കിടക്കണു. രാഘവ, പാടോ വല്ലതും കഴിക്കാൻ നോക്കുക. ഞാൻ വിചാരിച്ചു താങ്കിടുന്ന് ഉറങ്ങിന്ന്. ചോറ് വേണ്ടേ? നാളെ നമുക്ക് രണ്ടാൾ കൊണ്ടുവന്ന് അടിവാരം വരെ പോവാം. കൃഷി ആഫീസ്, ബാങ്ക്, എല്ലാ പണികളും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം. ഒക്കെ എനിക്ക് അറിയണമല്ലേ. സർക്കാർ തരുന്നത് നീ എന്തിനാ വേണ്ടാന്ന് നോക്കണത്? ബാങ്കിലെ സെക്രട്ടറി എന്റെ സ്വന്തം ആളാ. കൊല്ലം കൊല്ലം നമ്മൾ ഇത്തിരി ഡെപ്പോസിറ്റും കൊടുക്കുന്നുണ്ട്. എന്നാ വലിയ കാര്യമാ മൂപ്പർക്ക്. കൊച്ചുട്ടി, കഴിക്കാൻ വെച്ചോളൂ കേട്ടോ. ഇരിക്കണോ. നാളെ അടിവാരത്ത് ഞാനും പോണ്ട് കൊച്ചുട്ടി. എന്തൊക്കെയാ നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഉണ്ടായിക്കോ. പിന്നെ അതില്ല ഇതില്ല എന്ന് ആക്ഷേപം കേൾക്കരുത്. കൊച്ചുട്ടി ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഗുരുവായൂരൊന്ന് തൊഴണമെന്ന്. 2 ദിവസം താനും ഇവിടെ കാവലിരിക്കേണ്ടി വരും. കാര്യമായി പണിയൊന്നുമില്ല ഇപ്പോ. അതിനെന്താ, ഞാനിരിക്കാൻ. കള്ളന്മാരുടെ ശല്യം ഇക്കണ്ട കാലം ഉണ്ടായിട്ടില്ല. എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതുണ്ടല്ലോ. നുള്ളി നുറുമ്പി ഉണ്ടാക്കി വെച്ചുള്ള ചില പൊന്നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക അല്ലേ? കേട്ടില്ലേ ആ ബാലന്റെ കേസ്? അല്ല, നമ്മൾ നാളെ പോണ നേരത്ത് പിന്നെയും വരുമോ ചങ്ങായി? ഇല്ല, വരില്ല. അങ്ങനെ അത്യാവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും. എന്താണോ ഒരു മട്ടിപ്പ്? വേണ്ട, നല്ല സുഖം തോന്നല്ല. കഴിക്കടോ. വേണ്ടാന്ന് പറയണവരെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ? രാഘവേട്ടൻ ഒരു തരത്തിലൊരു ഭാഗ്യമുള്ള ആളാ. രാഘവേട്ടനെ തെരഞ്ഞ് ഒരാളെങ്കിലും നാട്ടിന്ന് വന്നല്ലോ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? അത് ശരിയാ. രാവിലെ ചായ കുടിച്ചിട്ടല്ലേ പോണുള്ളൂ? അച്ഛൻ കിടന്നോ? കുപ്പിയില് ബാക്കിയുള്ളത് അപ്പടി അച്ഛനല്ലേ കുടിച്ചത്. ഇനി ഇങ്ങനത്തെ ഓരോന്നിവിടെ കൊണ്ടുവരണം. അച്ഛൻ പറയുമ്പോ ഒക്കെ മൂളി കേൾക്കുന്നല്ലാതെ ഇവിടെ കുറച്ച് കൃഷി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇടയ്ക്ക് അതാ ഞാൻ ആലോചിക്കണേ. പിന്നെ സ്ഥലം വെറുതെ ഇടേ. ഈ മലയിൽ എന്ത് സൗകര്യ ഉള്ളത്? എന്താ ഇപ്പൊ ഇവിടെ ഒരു കുറവ്? ആളുകളുടെ മനുഷ്യരുടെ ഇടയിൽ ഇടയ്ക്ക് നടക്കണം തോന്നില്ലേ? ഇവിടെ ആളുകളില്ലേ? വല്ലപ്പോഴും ഒരു സിനിമ കാണണമെന്നൊക്കെ തോന്നാറില്ലേ? ഓ, സിനിമ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്. അകളി പോയപ്പോ എനിക്കിഷ്ടായില്ല. വാ പറയട്ടെ. നോക്ക്, എനിക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരുമാതിരി ആളൊന്നും ഉണപ്പിക്കുകയുള്ളൂ അല്ലേ? വാ, അപ്പുറത്തേക്ക് വാ. എന്നും കാണുന്ന ആളല്ലേ. കഞ്ഞിയും ചോറ് ഇവിടുന്ന് കഴിക്കണതല്ലേ. കുറച്ച് വർത്താനം പറയണോ വെച്ചിട്ട് വിടോ. ലോഹ്യം പറയണോ ചിരിക്കണോ വെച്ചിട്ട്. അങ്ങനെ വെച്ചാൽ ഇവിടുത്തെ ആണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ. ഓ, അങ്ങനെയാണോ വിചാരം? അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ? അപ്പോഴോ? അത് അപ്പോഴാലോചിക്കാം. എന്റെ ഈശ്വരാ. രാമ, ഇത് നോക്ക് രാമ. പുള്ളിപ്പടനെ കുറുക്കം കൊണ്ടുപോയി. തമ്പ്രാട്ടി കുറുക്കനല്ല, കോക്കാന. നീ എന്ന് നേരെയാക്കിയ വാതില കണ്ടില്ലേ?
മുട്ടയിടാൻ തുടങ്ങിയ കോഴിയാ. വല്ലാത്തൊരു സങ്കടമാണേ. അവിടെ നിക്കാൻ, നിന്നോട് പറഞ്ഞ അവിടെ നിക്കാൻ. മണിക്കുട്ടി അവിടെ നിക്കാൻ. ഷൂ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഓടല്ലേന്ന് പറഞ്ഞ കേക്കില്ല അല്ലേ? നോക്ക്, അധികം കളിച്ചാലേ നിന്റെ തള്ളയുടെ മുലയിൽ ഞാൻ ശനിനായകം പറ്റും. അതാ ഉണ്ടാവുക. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കണുണ്ട്. അവിടെ നിക്കാൻ. ഈശ്വര, താഴോട്ടെങ്ങാനും വീണ പൊടി കാണില്ല. അയ്യോ, എന്തേ പറ്റിയേ? ഈ കയറിട്ടേ പിടിച്ചു കയറാൻ വയ്ക്കോ? പിടിച്ചോളൂ. എന്തേ പറ്റിയത്? വീണു. എങ്ങനെ? കാല് തെറ്റി അവിടെ ആ കൊല്ലിയില്. ഈശ്വരാ, എന്നിട്ട്? വള്ളിയിൽ തടഞ്ഞതുകൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു. ദൈവാധീനം. നടക്കാൻ വയ്ക്കോ? വീട്ടിൽ പോയി കിടക്കാം. കാലമർത്തി വെക്കണ്ട, തോളിൽ പിടിച്ചോളൂ. എന്തിനാ ആ വഴിയെ നടന്നത്? രാത്രി മുഴുവൻ വള്ളിയമ്പിൽ തൂങ്ങിന്നോ? ഒച്ചയിട്ടാ കൂടി ആരും കേക്കില്ല. ഇന്നലെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ വന്നു. അരി ഒടുങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ കൊച്ചുകുട്ടി വന്നത്.